ഹലോ, ഇന്ന് ഞാനൊരു ജേണൽ ചെയ്യാൻ പോവാണ്. ഈ ജേണലിന്റെ പിന്നിൽ ഒരു കഥയൊക്കെ ഉണ്ട്. കഥ എന്താന്ന് വെച്ചാൽ, ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും സ്കൂളിൽ ആർട്ട് ഫെസ്റ്റോ എന്തോ വന്നു. അപ്പോൾ ക്ലാസ് ടീച്ചറിന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ കുറച്ച് പേര് കഥാരചനക്ക് ചേർന്നു. ടെക്സ്റ്റിലുള്ള കഥ അല്ലാതെ വേറൊരു കഥ തികച്ചു പോലും വായിക്കാത്ത ഞാനാണ് കഥാരചനക്ക് ചേർന്നു. മത്സരത്തിന് മുന്നേ രാത്രി ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും പാല പൂത്ത മണം വന്നായിരുന്നു. അപ്പൊ ഞാൻ അച്ഛയോട് പാല പൂത്തു എന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാണ്, പാല പൂത്താൽ അവിടെ യക്ഷിയും ഗന്ധർവനൊക്കെ വരും, നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പേടി കൊണ്ടിട്ട് പോയൊന്നുമില്ല. വേറൊരു കാര്യം പറഞ്ഞു, അതായത് നമ്മൾ യക്ഷിയോടോ ഗന്ധർവനോടോ എന്തെങ്കിലും പ്രാർത്ഥിച്ചാല് അത് അതേപോലെ നടക്കുന്നു. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല. എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണോന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് നമ്മുടെ കഥാരചനയുടെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. എങ്കിൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ജസ്റ്റ് സെക്കൻഡോ തേർഡോ ഒന്നുമല്ല, ഫസ്റ്റ് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ മത്സര ദിവസമൊക്കെ വന്ന് ഞങ്ങൾ ഹോളിലെത്തി. ഞങ്ങൾക്ക് വിഷയം തന്ന്, വിഷയം സ്നേഹമാണ്. എനിക്ക് എന്റെ മനസ്സിൽ എന്താണോ വന്നത് അതങ്ങോട്ട് എഴുതി വെച്ചതാണ്. ഇത് ചെറിയൊരു കഥയാണ്, പക്ഷെങ്കിലും ട്രാജഡി കഥയാണ്. അങ്ങനെ കഥയൊക്കെ എഴുതി കഴിഞ്ഞ് പിറ്റേ ദിവസം വിന്നറിനെ അനൗൺസ് ചെയ്തു. ഫസ്റ്റ് വിന്നറിനെ ആദ്യം അനൗൺസ് ചെയ്തത് നോക്കുമ്പോൾ എന്റെ പേരൊക്കെ വിളിച്ചു പറയും. ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതൊരു കോയിൻസിഡന്റും കാരണം പിന്നീട് പ്രാർത്ഥിച്ചത് ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ജേണലിന്റെ പിന്നിലുള്ള സ്റ്റോറി. ഇപ്പൊ ചെന്നിട്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഞാനോ എപ്പൊ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. പിന്നെ ഈ ജേണൽ അത്ര ഭംഗിയില്ലെന്നൊക്കെ എനിക്കറിയാം, ഇത് ചെയ്തു പോയില്ലേ, ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ശരി, ബൈ.